സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ 8 മരണം, 8 പേരെ കാണാതാവുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ കൃഷിനാശവും ഉരുൾപൊട്ടലും വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പ്രകാരം മഴക്കെടുതികളിൽ 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള 5792 പേരെ സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ഉപജീവനമാർഗവും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ അടിയന്തര ധനസഹായം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ, വിവിധ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരുമായി മുഖ്യമന്ത്രി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും മെച്ചപ്പെട്ട് വരികയാണെന്നും റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തകർന്ന പല റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. എങ്കിലും ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ശനിയാഴ്ച ചിലയിടങ്ങളിൽ 320 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചു. കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്നിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പല അണക്കെട്ടുകളിലെയും ജലനിരപ്പ് കുറയുകയും കഴിഞ്ഞ ദിവസം തുറന്ന ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇടുക്കി, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലെ ചില വൈദ്യുതി ഉൽപാദന അണക്കെട്ടുകളിൽ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയാണെന്ന് KSDMA അറിയിച്ചു. പത്തനംതിട്ട, ആറന്മുള മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് വ്യക്തമാക്കി. കൂടാതെ തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച സംസ്ഥാനത്തെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 115 മുതൽ 204 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.